നമ്മുടെ ആറുവരിപ്പാതയുടെ വർക്ക് എത്ര പെട്ടെന്ന് ഫിനിഷ് ആവുമെന്നറിയോ? പാലക്കുന്ന് രാമനാട്ടുകര വരെ ഞാൻ ഡെയിലി ഈ വഴി പോകുന്ന ആളാണ്. സ്പിന്നിൽ മില്ല് ഭാഗത്തായിരുന്നു ഒത്തിരി എന്താ പറയുക, യാത്ര ചെയ്യാൻ ഭയങ്കര ഒരു റഷായ സ്ഥലമായിരുന്നു. അവിടുത്തെ വർക്ക് എത്ര പെട്ടെന്ന് ഫിനിഷ് ആയെന്നറിയോ? ഈ വീഡിയോയിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. എന്തോ ഒരു രസമാണ് ആ ഭാഗത്തെ വർക്ക് കഴിഞ്ഞപ്പോൾ. വൈകുന്നേരത്തെ ഇന്നലെ ലേറ്റായിട്ടൊരു മഴ ഉണ്ടായിരുന്നു കേട്ടോ. ചമ്മാട് ഭാഗത്തൊക്കെ നല്ല മഴ ആയിരുന്നു. ഈ ഭാഗത്ത് ലേറ്റായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നതിന് എന്തോ ഒരു രസമാണ് വെച്ചിട്ടാ. വേറൊരു വൈബ് തന്നെ വൈകുന്നേര സമയത്ത് ആറുവരി പാതയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ, എന്താ രസം. ഒരു വൈറ്റ് പള്ളി കാണിക്കുന്നുണ്ട് തന്നെ. നോമ്പായതുകൊണ്ട് വല്ലാണ്ട് വാഹനങ്ങളൊന്നുമില്ല. എല്ലാവരും നോമ്പ് തുറക്കുന്ന ഇത് ഏകദേശം ഒരു 5:30-6 മണി സമയത്താണ്. 6 മണിക്കാണ് ഞാൻ ഈ വഴി പാസ് ചെയ്യുന്നത്. സർവീസ് റോഡിലൂടെ ബസ്സുകളെല്ലാം കയറി വരുന്നുണ്ടല്ലേ. ഈ ഭാഗത്തൊക്കെ ഹൈറ്റ് കണ്ട എന്തോ ഒരു താഴ്ചയിലൂടെയാണ് നമ്മൾ പോകുന്നത് അറിയാം. ഇതാ ഇനി ഈ ഭാഗത്താണ് ഇനി സ്പിൽ മില്ലിലേക്കാണ് കയറുന്നത് കേട്ടോ. അപ്പുറത്തെ സൈഡ് ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ട്. ആ പെട്രോൾ പമ്പൊക്കെ വരണമെന്നുണ്ടെങ്കിൽ രാമനാട്ട് തന്നെ സർവീസ് റോഡിലോട്ട് കയറണം. ഇതാ എത്ര പെട്ടെന്നാണ് ഇവിടുത്തെ വർക്ക് തീർന്നത്. ഒരു മാസം എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് പറയുന്നത്. കാരണം ഞാൻ ഡെയിലി പോകുന്ന ആളായതുകൊണ്ട് കണ്ടില്ല എന്തോ ഒരു രസമായിട്ടാണ്. ബാക്കി വർക്കുകളൊക്കെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഈ ഭാഗം കണ്ടില്ലേ. ഇനി ഇവിടെ നിന്നൊരു കട്ടിങ് ഉണ്ട് ആറുവരി പാതയിലേക്ക്, പിന്നെ സർവീസ് റോഡിലിട്ടു. അങ്ങോട്ട് കയറിയാൽ ഇടുമീക്കൽ അങ്ങനെ ആ ഭാഗത്തോട്ട് എത്തി. വണ്ടികളൊക്കെ നല്ല ഫാസ്റ്റിലാണ് പോകുന്നത്. ആകെ ഒത്തിരി വണ്ടി വന്നുള്ളൂ, നോമ്പ് കാരണമാണ് തോന്നുന്നത്. എന്തായാലും കാണാൻ നല്ല ഭംഗിയാണ്. ഇനിയിപ്പോൾ കാലിക്കറ്റിലേക്ക് പോകുന്ന ആളുകൾ ആറുവരി പാതയിൽ പിന്നെ കൂരിയാട്ടിൽ നിന്ന് തന്നെ കയറിയാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവിടെ ചെന്നിറങ്ങാം. കാലിക്കറ്റിൽ ചെന്നിറങ്ങാം. ഫുള്ള് വർക്കും തീർന്നിട്ടുണ്ട്. ഓക്കെ.